പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് സൂര്യ. ഞാൻ തൊടുപുഴയിൽ നിന്ന് വരുന്നു. ഞാൻ മാൽദീവ്സിൽ സ്റ്റാഫ് നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. ഞാൻ ആദ്യമായിട്ട് 2023 ഓൺലൈൻ ഉടമ്പടി എടുത്തു. അതിനുശേഷം ഇവിടെ വന്ന് ഞാൻ തീർത്ഥാടന ഉടമ്പടി മെയ്യിലെടുത്തു. ജൂൺ 1 ഞാൻ OET എക്സാം എഴുതി. എൻ്റെ 3rd അറ്റംപ്റ്റ് ആയിരുന്നു. എക്സാം എഴുതി റിസൾട്ട് വരുന്നതിന് മുമ്പ് ഞാൻ മാലിക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് 3 മൊഡ്യൂൾ കിട്ടി. റീഡിങ് പോയി. ഞാൻ എപ്പോൾ എഴുതിയാലും എനിക്ക് റീഡിങ് മാത്രം പോകും. 3ാമത്തെ അറ്റംപ്റ്റിൽ ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കാണുകയും അച്ഛൻ വെഞ്ചരിച്ച കാശ് രൂപം തരികയും ആ കാശ് രൂപം വെച്ചാണ് ഞാൻ എക്സാം എഴുതിയത്. പക്ഷേ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം പ്രേക്ഷിത പ്രവർത്തനങ്ങളോ കാരുണ്യ പ്രവർത്തനങ്ങളോ ഒന്നും വേണ്ട വിധത്തിൽ ചെയ്തിരുന്നില്ല. അതിനുശേഷം ഞാൻ കഴിഞ്ഞ ദിവസം ഈ മാസം 10-ാം തീയതി വന്ന് ഉടമ്പടി പുതുക്കിയിട്ട് ഞാൻ 14-ാം തീയതി OET എക്സാം 4th അറ്റംപ്റ്റ് എഴുതി. എനിക്ക് റീഡിങ് ഭയങ്കര ടഫായിരുന്നു. റീഡിങ് എക്സാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഭയങ്കരമായിട്ട് ഡള്ളായി. എനിക്ക് പിന്നെ അടുത്ത റൈറ്റിങ്ങോ സ്പീക്കിങ്ങോ ഒന്നും അറ്റൻഡ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് പോലും ഇല്ലായിരുന്നു. റീഡിങ് കഴിഞ്ഞിട്ടുള്ള മൊഡ്യൂൾ റൈറ്റിംഗ് ആയിരുന്നു. പക്ഷേ റൈറ്റിങ്ങിൻ്റെ കാൻഡിഡേറ്റ് നമ്പർ പോലും ഞാൻ എഴുതാൻ മറന്നുപോയി. റീഡിങ്ങിൻ്റെ ഇമ്പാക്റ്റ് കൊണ്ട് എന്നെ ഇൻവിജിലേറ്റർ വന്ന് തട്ടി, ഇതെന്താ കാൻഡിഡേറ്റ് നമ്പർ എഴുതാത്തേ എന്ന് ചോദിച്ച് അവർ ചോദിക്കുമ്പോഴാണ് ഞാൻ ആ കാൻഡിഡേറ്റ് നമ്പർ എഴുതുന്ന കാര്യം പോലും ഓർത്തത്. എങ്ങനെയോ ആ എക്സാം 4 എണ്ണം കഴിഞ്ഞു. ഞാൻ മറ്റന്നാൾ മാലിക്ക് തിരിച്ചു പോവുകയാണ്. അപ്പം ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി കഴിഞ്ഞ് പോയപ്പോൾ തന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞായിരുന്നു, മാതാവേ, എനിക്ക് ഇത്തവണ കിട്ടുവാണെങ്കിൽ ഞാൻ എങ്ങനെ വന്ന് സാക്ഷ്യം പറയും? എൻ്റെ ആനുവൽ ലീവും തീർന്നു, ഫാമിലി റെസ്പോൺസിബിൾ ലീവും തീർന്നു, ഇനി എനിക്ക് അടുത്ത മെയിൽ മാത്രമേ വരാൻ പറ്റൂ എന്ന് പറഞ്ഞായിരുന്നു. ആക്ച്വലി ഇത്തവണത്തെ എക്സാം, ഇന്നലെ റിസൾട്ട് വന്ന എക്സാമിൻ്റെ റിസൾട്ട് ഒക്ടോബർ 1 പബ്ലിഷ് ചെയ്യേണ്ടിയിരുന്നത്. ഇന്നലെ ഒരു 11 മണിയായപ്പം ഇവിടുത്തെ ഉടമ്പടി ധ്യാനത്തിൻ്റെ ദിവസമായിരുന്നു, ചൊവ്വാഴ്ച. ആ ചൊവ്വാഴ്ച ഇന്നലെ ഒരു 10 മണിയായപ്പം എനിക്ക് മെയിൽ വന്നു, നിങ്ങളുടെ റിസൾട്ട് OET പോർട്ടലിൽ അവൈലബിൾ ആണ്, നിങ്ങൾ ചെക്ക് ചെയ്യാൻ പറഞ്ഞു. പക്ഷേ ഞാൻ അന്നേരം റിസൾട്ട് നോക്കിയില്ല. ഉടമ്പടി ധ്യാനം മുഴുവൻ പങ്കെടുത്തതിന് ശേഷം ഞാൻ തിരുവചനം എടുത്തു വായിച്ചു. അതിനുശേഷമാണ് ഞാൻ റിസൾട്ട് നോക്കിയത്. ഒരിക്കലും കിട്ടാതിരുന്ന റീഡിങ്ങിന് എനിക്ക് കറക്റ്റ് 300-ഉം ബാക്കി 3 മൊഡ്യൂളിനും B ഗ്രേഡും അയർലൻഡ് സ്കോർ തന്ന മാതാവ് എന്നെ അനുഗ്രഹിച്ചു. ഇത്രയും വലിയ അനുഗ്രഹം തന്ന മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. 2ാമത്തെ സാക്ഷ്യം, എൻ്റെ മോള് 3ാമത്തെ കുട്ടിയാണ്. മോളെ പ്രഗ്നൻ്റായ സമയത്ത് പ്രഗ്നൻസി പോസിറ്റീവാണെന്നറിഞ്ഞ് ഞാൻ മാലിക്ക് പോയതാണ്. സാധാരണ 32 വീക്സ് ആകുമ്പോൾ നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് വരണം, അങ്ങനെയാണ് ഫ്ലൈറ്റിൻ്റെ നിയമങ്ങളൊക്കെ. പക്ഷേ ഞാൻ ഡോക്ടറോട് റിക്വസ്റ്റ് ചെയ്തു, എനിക്ക് വേറെ ശാരീരിക പ്രശ്നങ്ങളൊന്നുമില്ല, എന്നെ കുറച്ച് നാളും കൂടെ നിർത്താമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഡോക്ടർ എന്നെ 36 ആഴ്ച വരെ നിർത്തി. നാട്ടിൽ വന്ന് സ്കാൻ ചെയ്തപ്പോൾ 36 വീക്സ് ഓഫ് പ്രഗ്നൻസി എന്നാണ് വന്നത്. ഈ 9 മന്ത്സിനിടയ്ക്ക് ഒരിക്കൽ പോലും ഞാനൊരു സിക്ക് ലീവ് എടുക്കുകയോ സിക്കാകുകയോ ഒന്നും ചെയ്തിട്ടില്ല. മാതാവ് വഴി നടത്തി. അങ്ങനെ എനിക്ക് ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ ലഭിച്ചു. എൻ്റെ ആദ്യത്തെ 2 കുട്ടികളും ഒരു ഫുൾ ഡേ ഞാൻ ലേബർ പെയിൻ എടുത്താണ് എനിക്ക് ആ കുഞ്ഞുങ്ങളുണ്ടായത്. പക്ഷേ ഇത്തവണ എൻ്റെ മോള് വെറും 2 hours കൊണ്ട് ഞാൻ ഡെലിവറി ആയി. അത് എൻ്റെ കുടുംബത്തിനും എനിക്കും ലഭിച്ച വലിയൊരു അനുഗ്രഹമാണ്. 3ാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ മാതാപിതാക്കൾക്ക് പഞ്ചായത്തിൽ നിന്ന് ലഭിച്ച ഒരു വീടിനെ പറ്റിയാണ്. 7 വർഷമായിട്ട് എൻ്റെ അമ്മ പഞ്ചായത്ത് കയറി ഇറങ്ങുകയാണ് ഒരു വീടിന് വേണ്ടിയിട്ട്. ഞങ്ങൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് തന്നെ അമ്മേനെ പഞ്ചായത്തിൽ നിന്ന് വിളിക്കുകയും 1 ലക്ഷം രൂപ ആദ്യത്തെ ഗഡുവായിട്ട് അമ്മയുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുകയും ചെയ്തു. അതിനുശേഷം പലരിലൂടെയും പള്ളിയിൽ നിന്നുമൊക്കെ ഒരുപാട് സഹായം ലഭിച്ച് ഞങ്ങൾക്ക് ആ വീട് പണി പൂർത്തിയാക്കാൻ പറ്റി. ഈ കഴിഞ്ഞ ഞായറാഴ്ച ആ വീടിൻ്റെ കയറി താമസമായിരുന്നു. ഞങ്ങളുടെ വീടിൻ്റെ ആദ്യത്തെ കവാടത്തിൽ മാതാവിൻ്റെ രൂപമാണ് വെച്ചിരിക്കുന്നത്. അമ്മ എല്ലാവരോടും പറയും, ഞങ്ങൾക്ക് മാതാവ് തന്ന ഒരു വീടാണെന്ന്. ഇത്രയേറെ അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ ചൊരിഞ്ഞ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ഇവിടുന്ന് പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തനങ്ങളും ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി പുതുക്കി ഇവിടുന്ന് തന്നെ തുടങ്ങി. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, പത്രം കൊടുക്കുന്നവരിൽ മാതാവെ അലക്ഷ്യമായിട്ടൊന്നും ചെയ്യാതെ അവിടുന്ന് കാണിച്ചു തരുന്നവർക്കൊക്കെ പത്രം കൊടുക്കാൻ എന്നെ അനുവദിക്കണമേ എന്ന്. ചിലർക്ക് ഞാൻ കൊടുക്കാൻ പോയാലും എനിക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയ പത്രം മുഴുവനും ഓരോരുത്തർ പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് നന്മ വരട്ടെ എന്ന് പറഞ്ഞ് മാതാവിനെ പറ്റി പറഞ്ഞ് എല്ലാവർക്കും പത്രം കൊടുക്കുകയും എന്നാലാവുന്ന കാരുണ്യ പ്രവൃത്തികളെല്ലാവരെയും കാണുകയും വീടുകളിൽ കിടക്കുന്ന കിടപ്പ് രോഗികളെ പോയി കാണുകയും അങ്ങനെയൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റി ഇത്തവണ. പിന്നെ പ്രെയർ ആണെങ്കിൽ രാവിലത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലും. ബൈബിൾ വായനയിലൂടെ ഒത്തിരി ആത്മീയമായിട്ട് ഈശോയിലേക്ക് അടുക്കാനും ആത്മീയ സംതൃപ്തി ലഭിക്കാനും സാധിച്ചു.
അതുകൂടാതെ ഞങ്ങളുടെ മാൽദീവ്സിൽ ഞങ്ങൾ 5 പേരടങ്ങുന്ന ചെറിയൊരു കൂട്ടായ്മയുണ്ട്. അപ്പം ഞങ്ങൾ ഉച്ചയ്ക്ക് വിളിച്ച് കർത്താവിൻ്റെ മാലാഖ ചെല്ലും. 7 മണിക്ക് ഞങ്ങൾ 5 പേരും വിളിച്ച് ചെറിയൊരു പ്രെയർ നടത്തും, ബൈബിൾ റീഡിങ് ചെയ്യും. അങ്ങനെയൊക്കെ ഈശോ വഴി നടത്തി. ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും തന്ന ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം അവസാനിപ്പിക്കുന്നു.